നമസ്കാരം. കുവൈത്ത് വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിൽ വാഹന കൈമാറ്റവും ഇനി വിരൽത്തുമ്പിൽ. സഹേൽ ആപ്പ് വഴി വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം ആരംഭിച്ച കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ആദ്യത്തെ 9 മണിക്കൂറിനുള്ളിൽ 500 വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റ അഭ്യർത്ഥനയാണ് ലഭിച്ചത്. ഇതോടെ അവധി ദിവസങ്ങളടക്കം ആഴ്ചയിലെ 7 ദിവസവും സഹേൽ ആപ്പ് വഴി വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റ സേവനം ലഭ്യമാകും. പുതിയ സേവനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങളുടെ സമയം ലാഭിക്കാമെന്നും സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഈ പുതിയ സംവിധാനം വഴി 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുകയും വാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുകയുമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. സഹേൽ ആപ്പ് വഴിയുള്ള വാഹന കൈമാറ്റം നടത്താൻ വാഹനം കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ ആപ്പിലെ ട്രാഫിക് വകുപ്പിന്റെ സർവീസസ് വിഭാഗത്തിൽ വാഹന നമ്പർ നൽകി അപേക്ഷ സമർപ്പിക്കണം. തുടർന്ന് വാഹനം വാങ്ങുന്നയാളുടെ സിവിൽ ID നൽകിയാൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വാങ്ങുന്നയാൾക്ക് ലഭിക്കും. ഇതിനുശേഷം ഇൻഷുറൻസ്, ഫീസ് അടയ്ക്കൽ എന്നീ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. കുവൈറ്റ് മൊബൈൽ ID വഴി ഇതിനെ അംഗീകരിക്കണം. അംഗീകാരത്തിനു ശേഷം ഇലക്ട്രോണിക് വാഹന ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള അറിയിപ്പ് ലഭിക്കും. പുതിയ വാഹന രജിസ്ട്രേഷൻ ഡിജിറ്റൽ വാലറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഗതാഗത തിരക്ക് കുറയ്ക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. ഗതാഗത തടസ്സമില്ലാത്ത അധ്യയന വർഷം എന്ന ശീർഷകത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച ആഭ്യന്തര മന്ത്രാലയം അധ്യയന വർഷത്തിലേക്കുള്ള സുരക്ഷാ പദ്ധതികൾ പൂർത്തിയാക്കി. റോഡുകളിലെ തിരക്ക് കുറയ്ക്കുവാൻ സ്കൂൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉപയോഗിക്കാൻ രക്ഷിതാക്കളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. പൊതുഗതാഗത ബസ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. സ്കൂൾ പ്രവേശന കവാടത്തിന് മുന്നിൽ കുട്ടികളെ നേരിട്ട് ഇറക്കിവിടരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. ഇത് റോഡ് തടസ്സപ്പെടുത്തുകയും ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും ചെയ്യും. ഗതാഗതം സുഗമമാക്കുന്നതിന് റോഡുകളുടെ പ്രവേശന കവാടങ്ങളിലും എക്സിറ്റുകളിലും സ്കൂളിന് സമീപവും ആവശ്യത്തിന് പെട്രോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കുവൈത്തിൽ കേടായ മുട്ട ഉപയോഗിച്ചതിന് ക്യാപിറ്റൽ ഗവർണറേറ്റിലെ റെസ്റ്റോറന്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അടച്ചുപൂട്ടി. 2 മാസം മുൻപ് കാലഹരണപ്പെട്ട മുട്ടയായിട്ടും ഉപഭോക്താക്കൾക്ക് കടക്കാരൻ വിതരണം ചെയ്യുകയായിരുന്നു. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. തുടർന്ന് സാധനങ്ങൾ കണ്ടുകെട്ടുകയും കട അടച്ചുപൂട്ടുകയും ചെയ്തു. മനുഷ്യജീവന് പോലും ഭീഷണിയായേക്കാവുന്ന നിയമലംഘനമാണ് നടന്നതെന്ന് അധികാരികൾ വ്യക്തമാക്കി. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കഴിഞ്ഞ ജൂൺ 1 മുതൽ ആഗസ്റ്റ് 15 വരെ 3.5 ദശലക്ഷത്തിലധികം യാത്രക്കാർ കുവൈത്ത് വിമാനത്താവളം വഴി സഞ്ചരിച്ചു. രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ 19,19,727 പേർ യാത്ര ചെയ്തപ്പോൾ 16,52,261 യാത്രക്കാർ രാജ്യത്തെത്തി. കഴിഞ്ഞ മാസം 12,940 വിമാനങ്ങൾ പുറപ്പെട്ടപ്പോൾ 12,938 വിമാനങ്ങൾ കുവൈത്തിലെത്തി. ജൂൺ 1 മുതൽ ആഗസ്റ്റ് 15 വരെ 25,878 വിമാനങ്ങളാണ് DGCAയുടെ മേൽനോട്ടത്തിൽ ആകെ സർവീസ് നടത്തിയത്. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത്, ദുബായ്, ഇറാൻ, ലണ്ടൻ എന്നിവയായിരുന്നു ഇക്കാലയളവിൽ കുവൈത്തിൽ നിന്ന് കൂടുതൽ പേർ യാത്ര ചെയ്തത്.